വ്യവസ്ഥകളെക്കുറിച്ച് അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെ ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച ഇരു രാജ്യങ്ങളുടെയും സംയുക്ത പ്രസ്താവന 5 ദിവസത്തിനുള്ളിൽ പുറത്തിറങ്ങും. വിപുലമായ ഉഭയകക്ഷി കരാറിന്റെ നിയമപരമായ ചട്ടക്കൂടും ഇതോടൊപ്പം ഉണ്ടാകും. ഉഭയകക്ഷി കരാറിന്റെ ആദ്യ ഭാഗം ഏറെക്കുറെ തയ്യാറാണ്. 4-5 ദിവസങ്ങൾക്കുള്ളിൽ കരാർ സംബന്ധിച്ച സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും പുറത്തിറക്കുമെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ അറിയിച്ചു. സംയുക്ത പ്രസ്താവനയ്ക്ക് ശേഷം തീരുവ 18% കുറച്ചുകൊണ്ട് US ഉത്തരവ് പുറപ്പെടുവിക്കും. അതേസമയം ഊർജം, സാങ്കേതിക മേഖലകളിൽ ഏകദേശം $50,000 കോടി ഉൽപ്പന്നങ്ങൾ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം പരോക്ഷമായി മന്ത്രി സമ്മതിച്ചു. ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയുടെ അടിസ്ഥാനത്തിൽ ഊർജ, വിവര സാങ്കേതിക, വാർത്താവിനിമയ മേഖലകളിലും ഡാറ്റാ സെന്റർ ഉപകരണങ്ങളുടെ കാര്യത്തിലും ഭാവിയിൽ വലിയ തോതിലുള്ള ആവശ്യം ഇന്ത്യക്ക് വരുമെന്നും മന്ത്രി പറഞ്ഞു. മാർച്ച് പകുതിയോടെയായിരിക്കും കരാറിൽ ഒപ്പുവെക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ചുമത്തിയ 25% അധിക തീരുവയും ചേർത്ത് 50% തീരുവയാണ് US ചുമത്തിയിട്ടുള്ളത്. ഇന്ത്യക്ക് പുറമെ ബ്രസീലിനു മാത്രമാണ് ഇത്രയധികം തീരുവ ചുമത്തിയിട്ടുള്ളത്. കരാർ പ്രാവർത്തികമാകുന്നതോടെ തീരുവ 50-ൽ നിന്ന് 18% കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപ വാഗ്ദാനങ്ങൾ ഒന്നുമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിമാനങ്ങളുടെ കാര്യത്തിൽ മാത്രം ബോയിങ്ങിൽ നിന്ന് $80 ബില്യൺ വാങ്ങലാണ് നടത്താൻ പോകുന്നതെന്ന് മന്ത്രി വിശദീകരിച്ചു. കരാർ നിയമമാകുന്നതോടെ മറ്റു ചില ഇളവുകൾ കൂടി രാജ്യം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് ശ്രമമെന്നും മന്ത്രി പീയൂഷ് പറഞ്ഞു. കരാറിനെ കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന നിയമപരമായ കരാറാക്കി മാറ്റേണ്ടതുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു.